ദിവിഷ്, എന്താണ് ഈ ബഹ്റൈനിൽ അറ്റാക്ക് നടന്നതായി പറയുന്നുണ്ടോ? ഖത്തറിൽ മിസൈൽ പതിച്ചു എന്ന് പറയുന്നു. അത് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വാർത്തകൾ വരുന്നുണ്ടോ? പ്രജീഷ്, അൽ അറേബ്യ പോലുള്ള മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വാഭാവികമായും ഇത് പ്രതീക്ഷിക്കപ്പെട്ട തന്നെയാണ്. കഴിഞ്ഞ തവണയും ഇതേ സമാനമായ സാഹചര്യം ഉണ്ടായതാണ്. ബഹ്റൈനിൽ അമേരിക്കയുടെ വലിയ സൈനിക കേന്ദ്രമുള്ളതാണ്. അവരുടെ നേവിയുടെ 5th ഫ്ലീറ്റ് ക്യാമ്പ് ചെയ്തിരിക്കുന്ന പ്രദേശമാണ്. ആ കേന്ദ്രത്തിന് അടുത്ത് സ്ഫോടന ശബ്ദങ്ങൾ, 5ഓളം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു എന്നതാണ് വിവരം. ശ്രദ്ധിക്കുക, ഇവിടെയാണ് ഇറാനെ സംബന്ധിച്ച് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നതിനേക്കാൾ എളുപ്പമാണ് അവർക്ക് ഗൾഫ് മേഖലയിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾ ലക്ഷ്യം വയ്ക്കാൻ. അതായത് ബഹ്റൈനിൽ ഏകദേശം വലിയ തോതിൽ ഏകദേശം 9,000-ഓളം സൈനികരടങ്ങുന്ന വലിയ സൈനിക കേന്ദ്രമാണ് ബഹ്റൈനിൽ അമേരിക്കയ്ക്ക് സ്വന്തമായിട്ടുള്ളത്. അതിനടുത്ത് ആക്രമണം നടന്നു എന്നതാണ് വിവരം. ഒപ്പം തന്നെ അടുത്ത ആക്രമണം ഖത്തർ കേന്ദ്രീകരിച്ചാണ്. ഖത്തറിൽ നമുക്കറിയാം അൽ ഉബൈദ് എയർബേസ്, അത് അമേരിക്കയുടെ വലിയ ഒരു സൈനിക കേന്ദ്രമാണ്. 10,000-ലേറെ സൈനികർ അടങ്ങുന്ന വലിയ സംവിധാനങ്ങൾ, വ്യോമ രംഗത്തായാലും അല്ലെങ്കിൽ വലിയ യുദ്ധവിമാനങ്ങൾ അടക്കമുള്ള സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്ന അൽ ഉബൈദ് എയർബേസ് സ്ഥിതി ചെയ്യുന്നത് ഖത്തറിലാണ്. അപ്പോൾ അൽ ഉബൈദ് എയർബേസ് കേന്ദ്രീകരിച്ച് ലക്ഷ്യം വെച്ച് ചില ആക്രമണങ്ങൾ ഇറാനിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന വിവരമുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാം കുവൈറ്റിലും അമേരിക്കൻ സൈനിക കേന്ദ്രമുള്ളതാണ്. സ്വാഭാവികമായിട്ടും അവിടെയും പ്രതിരോധ നടപടികൾ എടുത്തിട്ടുണ്ടാകാനുള്ള സാധ്യതയാണ്. അവിടെ അലി അൽ സലേം എന്നതാണ് അമേരിക്കയുടെ സൈനിക കേന്ദ്രം. അത് ലക്ഷ്യം വെച്ച് ഇറാനിൽ നിന്ന് ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രത്യേകിച്ച് നേരത്തെ ഇറാൻ, ഇറാഖ് അടക്കമുള്ള അല്ലെങ്കിൽ സിറിയയിലേക്കൊക്കെയുള്ള സൈനിക നീക്കങ്ങൾ അമേരിക്ക കേന്ദ്രീകരിച്ചിരുന്നത് ഈ കുവൈറ്റിൽ നിന്നായിരുന്നു. അവിടെ ലക്ഷ്യം വയ്ക്കാനുള്ള സാധ്യത, അതായത് കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ, ഒപ്പം തന്നെ UAE-ലും അമേരിക്കയ്ക്ക് സൈനിക സാന്നിധ്യമുണ്ട്. UAE-യിലേക്കും ആ ഒരു തരത്തിൽ നിലവിലെ സാഹചര്യത്തിൽ അൽ ദഫ്ര എയർബേസ് ആണ് അവിടെ അമേരിക്കയുടെ സൈനിക ഓപ്പറേഷൻസ് നടക്കുന്ന ഇടം. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇസ്രായേലിലേക്ക്, ഇപ്പോൾ ടെൽ അവീവിലേക്ക് ഒരു മിസൈൽ തൊടുത്തു എന്ന വിവരമുണ്ട്. ആ മിസൈൽ തകർക്കപ്പെട്ടു. മറ്റൊരു മിസൈൽ ഇറാനിൽ നിന്ന് ടെൽ അവീവ് കേന്ദ്രമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ പാതി വഴിയിൽ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് അമേരിക്ക കൂടി ഉൾപ്പെട്ട അല്ലെങ്കിൽ അമേരിക്ക ഇസ്രായേൽ ജോയിന്റ് ഓപ്പറേഷനാണ് എന്ന് രണ്ട് രാജ്യങ്ങളുടെയും തലവന്മാർ വ്യക്തമാക്കുന്നതോടുകൂടി തീർച്ചയായും ഇറാനിൽ നിന്നുള്ള ആക്രമണങ്ങൾ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് ഉണ്ടാകാനുള്ള സാധ്യതകളാണ്. അത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നതെന്നാൽ UAE ആകട്ടെ, ഖത്തർ ആകട്ടെ, ബഹ്റൈൻ ആകട്ടെ, കുവൈറ്റ് ആകട്ടെ, ഇവിടെ എല്ലായിടങ്ങളിലും മലയാളികളുടെ, ഇന്ത്യക്കാരുടെ വലിയ തോതിലുള്ള സാന്നിധ്യമുള്ളതാണ്. അതുകൊണ്ട് സുരക്ഷിതമായൊരു സാഹചര്യത്തിലേക്ക് പോകണമെന്ന് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് തീർച്ചയായും ഇറാന് മേൽ സമ്മർദ്ദം ചെലുത്തേണ്ടി വരും. ഗൾഫ് രാജ്യങ്ങൾ ഒന്നടങ്കം തീർച്ചയായും ഇറാനോട് ഈ കാര്യത്തിൽ ഒരു പ്രതിരോധ നടപടിയിലേക്ക്, കാരണം ഇവിടെ ആക്രമണം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് അമേരിക്കൻ സൈനിക കേന്ദ്രത്തിലാണെങ്കിൽ പോലും ഖത്തറിലേക്കോ ബഹ്റൈനിലേക്കോ കുവൈറ്റിലേക്കോ ഒക്കെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തിനെതിരെയുള്ള അല്ലെങ്കിൽ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായി അവർക്ക് കണക്കാക്കാൻ കഴിയൂ. നിലവിൽ ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൻ്റെ അതേ നിലയ്ക്ക് തന്നെയാണ് ഇറാനിൽ നിന്ന് ഈ രാജ്യങ്ങളിലേക്ക് ആക്രമണം ഉണ്ടായാൽ ഇവർക്കും പ്രതിരോധിക്കാൻ കഴിയും. അതുകൊണ്ട് ഇത് വലിയൊരു കലുഷിതമായ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വ്യക്തമാണ്. നമ്മളെ സംബന്ധിച്ച് ഒട്ടേറെ ഇന്ത്യക്കാർ, ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ അധിവസിക്കുന്ന മേഖലയാണ് ഇത് എന്നത് നമുക്ക് ആശങ്ക വർദ്ധിപ്പിക്കുകയും ചെയ്യും.